ദുരന്തം കഴിഞ്ഞ് 6 മാസത്തിനിപ്പുറവും തൊഴിലില്ലാതെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ചുമട്ടുതൊഴിലാളികൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് തൊഴിലിടം മാറ്റിക്കൊടുക്കണമെന്ന ഇവരുടെ ആവശ്യത്തോട് ലേബർ ഓഫീസറോ യൂണിയനുകളോ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ജില്ലയിലെവിടെയും ചുമട്ടുതൊഴിലെടുക്കാൻ സന്നദ്ധരാണെന്നും അതിന് അനുവാദം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 6 മാസം പിന്നിടുമ്പോൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾ. പക്ഷേ ഇപ്പോഴും തിരിച്ചു വരാൻ കഴിയാത്ത ചില മനുഷ്യർ കൂടി ഈ മേഖലയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ലോഡിംഗ് തൊഴിലാളികൾ. ലോഡിംഗ് തൊഴിലാളികൾ നമ്മളിപ്പം കുറേ പേരുണ്ട്. അവർ 6 മാസമായി ജോലിയില്ലാതെ നിൽക്കുകയാണ്. എന്തായിരുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 മാസമായി ഉരുൾപൊട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് തൊഴിലില്ല. എൻ്റെ വീടൊക്കെ പോയത് ഞങ്ങൾക്ക് ഇയാളെ വീടൊക്കെ പോയിട്ട് ഞങ്ങൾ തൊഴിലില്ലാതെ വീട്ടിൽ വാടകയ്ക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് തൊഴിലില്ലാത്തൊരു ഒറ്റ ഇതാണ്. ഞങ്ങൾ ലേബർ ഓഫീസിൽ നിരന്തരം കയറി ഇറങ്ങുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കളക്ടറേറ്റിൽ 15-20 വട്ടം പോയി. പിന്നെ കളക്ടറേറ്റ് പോകുമ്പോൾ കളക്ടർ പറയും ലേബർ ഓഫീസർക്ക് കത്ത് കൊടുത്തിക്കണമെന്ന്. ലേബർ ഓഫീസ് പോകുമ്പോൾ പറയും ലേബർ ഓഫീസർ പറയും ഞങ്ങൾ യൂണിയനുക്ക് കത്ത് കൊടുത്തിക്കണമെന്ന്. യൂണിയനോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന്. ശനിയാഴ്ച വരെ ഞാൻ കളക്ടറേറ്റ് പോയിട്ട് സംസാരിച്ചതാണ്. ഇന്ന് വരെ ഒരു പരിഹാരം കണ്ടെത്തില്ല. ലേബർ ഓഫീസർ കൈയൊയ്യാണ്, കളക്ടറേറ്റ് MLA കൈയൊയ്യാണ്. ശരിക്കും ഏത് മേഖലയിൽ ഞങ്ങൾ തൊഴിലെടുത്തിരുന്നത്? ടൗണ് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവിടെ ഇത്തരം തൊഴിലാളി ലോഡിംഗ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല. 6 മാസമായി ഞങ്ങൾക്ക് പണിയില്ലാണ്ട് ഇരിക്കുന്നു. ഞങ്ങൾക്കൊരു പനി വന്നാൽ 350 ഉറുപ്പിക കൊടുക്കണം ഓട്ടോറിക്ഷയ്ക്ക് മേപ്പാടിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ഈ 6 മാസം കൊണ്ട് ഞങ്ങൾ ഒരു അധികൃതരും ഞങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ നിങ്ങൾ തൊഴിലുണ്ടോ എന്തൊന്നും ഇതുവരെ ഞങ്ങൾ വീട്ടിൽ ഒരാൾ വന്നു നോക്കില്ല. പട്ടിണിയാണെന്ന് വരെ അന്വേഷിക്കാൻ ഒരാൾ വരണ്ടേ? ആരും ഇതുവരെ ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. ഈ 6 മാസമായിട്ട് 6 മാസം കഴിഞ്ഞ്. ശരിക്കും നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? ഇവിടെ ഇപ്പോ തൊഴിൽ അത് മനസ്സിലായി. ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഇപ്പൊ ഏതായാലും ലോഡിംഗ് ഇല്ല. അപ്പൊ കൽപ്പറ്റയിലേക്കോ മേപ്പാടിയിലേക്കോ കൽപ്പറ്റയിലോ ചുണ്ടയിലോ വടുവഞ്ചാലോ എവിടെ പണിയെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം. എവിടെ പിന്നെ ഒഴിവുണ്ടോ അവിടെ പോയിട്ട് ഞങ്ങൾ തൊഴിലെടുക്കാം. ഞങ്ങൾ തൊഴിലേ ചോദിക്കുന്നുള്ളൂ. അധ്വാനിച്ച് നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വെറുതെ ഞങ്ങൾക്ക് കാശ് വേണ്ട. ഞങ്ങൾക്കൊരു തൊഴിൽ കിട്ടണം. എവിടെയാണെങ്കിലും പിന്നെ വയനാട്ടിൽ ഏത് മൂലക്കിലാണ് ഞങ്ങൾ തൊഴിലെടുക്കാൻ ഞങ്ങൾ സന്നദ്ധനാണ്. ഞങ്ങൾക്കൊരു തൊഴിൽ കിട്ടണം. നാശമായി കളഞ്ഞൊരു കാര്യമില്ലല്ലോ. ശരീരം ഉള്ളപ്പോഴല്ലേ അധ്വാനിക്കാൻ കഴിയുള്ളൂ. അത് അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആണ്. ആ ലോഡിംഗ് ഇപ്പൊ ഇന്ന സ്ഥലത്ത് നമ്മളെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ തന്നെ വേണമെന്നില്ല. വയനാട്ടിൽ എവിടെ ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ പോയി തൊഴിലെടുത്തോളാന്നാണ് പറയുന്നത്. ലേബർ ഓഫീസിൽ നമ്മൾ പോകുമ്പോൾ ലേബർ ഓഫീസിൽ നമ്മൾ പറഞ്ഞത് യൂണിയൻ്റെ ആൾക്കാർ സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് നിന്ന് യാതൊരു എതിർപ്പുണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ വിചാരിച്ചാൽ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു കാര്യത്തിൽ വേണ്ടി യൂണിയൻ ഒന്നും ഇടപെട്ടിട്ടില്ല സത്യം. കാരണം ഒരു മേപ്പാടി യൂണിയൻ നമ്മുടെ യൂണിയൻ CTU ആയാലും STU ആയാലും ഒരു യൂണിയൻ്റെ ഒരു നേതാക്കന്മാരും മേപ്പാടി തൊഴിലവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ യൂണിയന് അതിൽ ഇടപെട്ടിട്ട് ഉണ്ടാക്കി തരേണ്ട കടമ യൂണിയൻ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഓരോ പിച്ച തണ്ടാൻ പറ്റൂലല്ലോ. നമുക്ക് അറിയുന്ന ജോലികൾ ചെയ്ത് ജീവിക്കുക എന്നുള്ള. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആരും മുമ്പിൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തൊഴിലെടുക്കാനുള്ള അവസരമല്ല ചോദിക്കുന്നത്. അത് ആക്കി തരേണ്ടത് നമ്മുടെ യൂണിയൻ്റെ നേതാക്കന്മാരും യൂണിയനുമാണ് ചെയ്യേണ്ടത്. അതുവരെ ചെയ്തിട്ടില്ല. ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ തിരുവനന്തപുരം പോയി പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഓഫീസിൽ പോയി സംസാരിച്ച MLA കണ്ട്, കലക്ടറെ കണ്ട്, മന്ത്രിമാരെ കണ്ട്, എല്ലാ മുഖ്യമന്ത്രിനെ വരെ ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തരണ്ടേ? എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്തെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. ലോഡിംഗ് തൊഴിലാളികൾ ഏത് യൂണിയന്റെ ആൾക്കാരൊക്കെയാണ് ഈ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർ? അതിൽ എല്ലാ യൂണിയനും ഉണ്ട്. CIT ഉണ്ട്, ITC ഉണ്ട്, STU ഉണ്ട്. ഇപ്പൊ ഈ നിൽക്കുന്നതിലും ഞങ്ങൾ 4 പാർട്ടിന്റെ ആൾക്കാരാണ്. എന്താ യൂണിയനുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? യൂണിയന് ഞങ്ങളിപ്പോ പറയാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ ലേബർ ഓഫീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരും പറയുന്നു. തീർച്ചയായും എന്തായാലും 6 മാസമായി ഈ മനുഷ്യർക്ക് തൊഴിലില്ലാതെയായിട്ട്, അതായത് അതീവ കഷ്ടപ്പാടിലാണ്. ഇവർ പറയുന്നത് ഇന്ന സ്ഥലത്ത് വേണമെന്ന് പോലുമില്ല. വയനാട് ജില്ലയിൽ എവിടെയാണെങ്കിലും അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ എന്നുള്ള ലോഡിംഗ് ആണ്. അത് എവിടെയാണെങ്കിലും ചെയ്യാൻ സന്നദ്ധരാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഇതുവരെയും അവർക്ക് തൊഴിലിനുള്ള സാഹചര്യമായിട്ടില്ല എന്നാണ് ഇവർ വേദനയോടുകൂടി പറയുന്നത്. പട്ടിണിയാകുന്ന അവസ്ഥ കൂടിയുണ്ട് എന്നിവർ പറയാതെ പറയുന്നുണ്ട്. എന്തായാലും അധികൃതർ ഈ വേദന കാണണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം T അനീസ് അലി, മീഡിയ 1 വയനാട്.